ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ അഞ്ചാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു C++ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുള്ളൂ. അതും വെറും 2 അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻസ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്. ഈ ഒരു ഒറ്റ വീഡിയോ കണ്ടാൽ മതി, ഈ ചാപ്റ്റർ നിങ്ങൾക്ക് സെറ്റാണ്. നോക്കിക്കോ, ഇതിൽ ഫസ്റ്റ് പറയുന്നത് C++ന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. 1980 ബി ജോൺ സ്ട്രൗസ്തബ് ബെൽ ലബോറട്ടറി ഇൻ യുഎസ്എയിലുള്ള ബെൽ ലബോറട്ടറിയിൽ നിന്ന് C++ കണ്ടുപിടിച്ചു. ഓക്കെ അല്ലേ? അതുപോലെ C++ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ഈ ഒരു ടേബിൾ പഠിച്ചാൽ മതി. ഒരൊറ്റ ടേബിൾ പഠിച്ചാൽ മതി, ടോക്കൺസ് ഇൻ C++. അതായത് C++ യൂസ് ചെയ്തിട്ട് ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം സോഴ്സ് കോഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫാക്ടേഴ്സ്, ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇസ് കോൾഡ് C++ ടോക്കൺസ്. അതായത് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് നമ്മുടെ ടോക്കൺസ് എന്ന് പറയുന്നത്. നോക്കിക്കോളൂ, ഏതൊക്കെയാണ് നമ്മുടെ ടോക്കൺസ്: കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, ലിറ്ററൽസ് ഓർ കോൺസ്റ്റന്റ്സ് ആൻഡ് പങ്ക്ച്വേറ്റേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. കീവേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീവേഡ്സ് ആർ റിസർവ്ഡ് വേർഡ്സ് ദാറ്റ് ഹാവ് എ സ്പെസിഫിക് മീനിങ്. അതായത് ഇപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചില ടേബിളിൽ റിസർവ് ചെയ്ത് കാണിച്ചിട്ടില്ലേ? അതുപോലെ ട്രെയിൻ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യുമ്പോൾ റിസർവേഷൻ കണ്ടിട്ടുണ്ടാവും, റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് മറ്റാർക്കോ വേണ്ടി മാറ്റി വെച്ചതാണ് എന്നാണ് അർത്ഥം. അതുപോലെ C++ലെ ചില വേർഡ്സ് ചില പർപ്പസിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതാണ് കീവേഡ്സ്. എക്സാമ്പിൾ ഡു, അതുപോലെ ഓട്ടോ, ഡബിൾ, ഇൻറ്റ്, സ്ട്രക്റ്റ്, ഈഫ്, എൽസ്, അങ്ങനെ ഒരുപാടുണ്ട്. ഇതൊക്കെ നമുക്ക് കീവേഡ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് ടോക്കൺ ആണ് ഐഡന്റിഫയർ. ഐഡന്റിഫയർ എന്താ? ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഓരോ പേരില്ലേ? എല്ലാവരുടെയും പേര് എന്തിനാ? യുണീക്ക് ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനാ. അതുപോലെ നമ്മൾ C++ യൂസ് ചെയ്യുന്ന വേരിയബിൾസ്, ഫങ്ഷൻസ് ആൻഡ് സ്ട്രക്ചർ എക്സെട്ര നമ്മൾ പേര് കൊടുക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. സോ അങ്ങനെ പേര് കൊടുക്കുന്നത് യുണീക്ക് ആയിട്ട് അതിനെ ഐഡന്റിഫൈ ചെയ്യാനാണ്. അങ്ങനെ ആ പേര് കൊടുക്കുന്ന നെയിമിംഗ് കൺവെൻഷനെയാണ് നമ്മൾ ഐഡന്റിഫയർ എന്ന് പറയുന്നത്. കുറച്ച് റൂൾസ് ഫോളോ ചെയ്തിട്ട് വേണം നമുക്ക് ആ ഒരു പേര് കൊടുക്കാൻ. ആ റൂൾസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് ലിറ്ററൽസ് ഓർ കോൺസ്റ്റന്റ്സ്. കോൺസ്റ്റന്റ്സ് എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. മാത്സിലൊക്കെ പൈയുടെ വാല്യൂ കണ്ടിട്ടില്ലേ? 3.14. സോ അത് എന്ത് ചെയ്താലും ആ വാല്യൂ മാറൂല. അതാണ് the constant is a fixed value that do not change during the execution. ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ വാല്യൂ ഒരിക്കലും മാറില്ല. അതാണ് കോൺസ്റ്റന്റ്സ്. ദെൻ കോൺസ്റ്റന്റ്സിനെ നമുക്ക് രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ന്യൂമറിക്കൽ കോൺസ്റ്റന്റ്സ് ആൻഡ് ക്യാരക്ടർ കോൺസ്റ്റന്റ്സ്. ന്യൂമറിക്കൽ കോൺസ്റ്റന്റ്സിനെ ഇൻറ്റിജർ കോൺസ്റ്റന്റ്സ്, അതായത് ഇപ്പോൾ ഒരു 5 ഞാൻ കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണെങ്കിൽ അതെന്താണ്? ഇൻറ്റിജർ കോൺസ്റ്റന്റാ, പോയിന്റ് ഒന്നും ഇല്ലാത്തത്. ദെൻ നമ്മുടെ പൈയുടെ വാല്യൂ 3.14 എന്നുള്ളത് ഞാൻ കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണെങ്കിൽ അത് ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റന്റ് ആണ്. ആൻഡ് ഇനി എ എന്നുള്ളത് ഞാനൊരു സിംഗിൾ കോഡ്സിലാണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ, എ സിംഗിൾ കോഡ്സിലാണെങ്കിൽ അപ്പൊ അതെന്താണ്? സിംഗുലാർ ക്യാരക്ടർ കോൺസ്റ്റന്റ് ആണ്. ദെൻ AB എന്നുള്ളത് ഞാൻ ഡബിൾ കോഡ്സിൽ കൊടുക്കുകയാണ്. ഡബിൾ കോഡ്സിലാണ് കോൺസ്റ്റന്റ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്ട്രിംഗ് ക്യാരക്ടർ കോൺസ്റ്റന്റ് ആണ്. സെറ്റ് അല്ലേടാ? ഇത്രയേ ഉള്ളൂ കോൺസ്റ്റന്റ്സ്. ഇനി കോൺസ്റ്റന്റ്സ് സെപ്പറേറ്റ് ആയിട്ടും ചോദിക്കാറുണ്ട്. ദെൻ പങ്ക്ച്വേഷൻ സിംബൽസ് അല്ലെങ്കിൽ സ്പെഷ്യൽ സിംബൽസ്. ഇവിടെ നിങ്ങൾ കാണുന്ന അറ്റ്, ഹാഷ്, അതുപോലെ തന്നെ കേർലി ബ്രാക്കറ്റ്സ്, സ്ക്വയർ ബ്രാക്കറ്റ്സ് എക്സെട്ര ഈ ചിഹ്നങ്ങളൊക്കെ എന്താണ്? പങ്ക്ച്വേഷൻ സിംബൽസ് ആണ് അല്ലെങ്കിൽ സ്പെഷ്യൽ സിംബൽസ്. ദെൻ operators are special symbols that tells to computer to perform specific mathematical or logical operations. കമ്പ്യൂട്ടറിൽ മാത്തമാറ്റിക്കലോ ലോജിക്കലോ ഉള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിംബലുകളാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഓപ്പറേറ്റേഴ്സ് ഒരു ചാപ്റ്ററിൽ തന്നെ ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ അത് നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. സോ അതെന്താണ്? ഇവിടെ ഒരു ടോക്കൺ ആണ്. ക്ലിയർ അല്ലേ? ഇതാണ് മക്കളെ ടോക്കൺസ് എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിന് എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണ് ടോക്കൺസ്. ആൻഡ് പിന്നെ നമ്മൾ പറഞ്ഞു ഐഡന്റിഫയേഴ്സിന്റെ റൂൾസ് ഒന്ന് ഓർമ്മ വേണേ. ഫസ്റ്റ് റൂൾ എന്താ? ഫസ്റ്റ് ക്യാരക്ടർ, അതായത് നമ്മൾ പേര് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ബി ആൻ ആൽഫബറ്റ് ഓർ അണ്ടർസ്കോർ. ആദ്യത്തെ പേര് ആൽഫബറ്റോ അണ്ടർസ്കോറോ ആവണം. ദെൻ രണ്ടാമത് കണ്ടോ, മസ്റ്റ് കൺസിസ്റ്റ് ഓഫ് ഓൺലി ആൽഫബറ്റ്, ഡിജിറ്റ്സ്
ഓർ അണ്ടർസ്കോർ. ആകെ നമ്മൾ പേര് കൊടുക്കുമ്പോൾ ആൽഫബറ്റോ ഡിജിറ്റോ അണ്ടർസ്കോറോ ഇത് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിൽ തന്നെ ഫസ്റ്റ് എന്ത് വരാൻ പാടില്ല? ഡിജിറ്റ് വരാൻ പാടില്ല. Then upper case and lower case letters are treated differently. അപ്പർ കേസും ലോവർ കേസും ഡിഫറെൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും വേറെ വേറെ ആണെന്ന്. ആൻഡ് കീവേഡ്സ് ആർ നോട്ട് പെർമിറ്റഡ്. നേരത്തെ നമ്മൾ പറഞ്ഞ കീവേഡ്സ് ഇല്ലേ, ഓൾറെഡി റിസർവ്ഡ് വേർഡ്സ്, അതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഐഡന്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ആൻഡ് വൈറ്റ് സ്പേസ് ആൻഡ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആർ നോട്ട് അലൗഡ്. വൈറ്റ് സ്പേസ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല? യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ പറഞ്ഞു വൈറ്റ് സ്പേസും സ്പെഷ്യൽ ക്യാരക്ടർ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. വിച്ച് മീൻസ് ദാറ്റ് ഇവിടെ ആകെ എന്തേ യൂസ് ചെയ്യാൻ പാടുള്ളൂ? ആൽഫബറ്റോ അണ്ടർസ്കോറോ ഡിജിറ്റോ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതന്നെ ഫസ്റ്റ് ഡിജിറ്റ് യൂസ് ചെയ്യാൻ പാടില്ല. ഇതാണ് ഐഡന്റിഫയർ. പേര് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട റൂൾസ്. ഓക്കെ അല്ലേടാ? പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് ആകെ വരാനുള്ളത് ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. അതായത് എല്ലാ ആൽഫബറ്റ്സും സ്മോൾ ലെറ്റേഴ്സും ക്യാപിറ്റൽ ലെറ്റേഴ്സും ഡിജിറ്റ്സും സിംബൽസും സ്പേസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? C++ന്റെ ക്യാരക്ടർ സെറ്റ് എന്ന് പറയാൻ പറ്റും. സോ ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. ആൽഫബറ്റ്സും ഡിജിറ്റ്സും സിംബൽസും അതുപോലെ ഓപ്പറേറ്റേഴ്സും ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാം. വൈറ്റ് സ്പേസ് എല്ലാം നമുക്ക് കൊടുക്കാം. അതാണ് എന്ത്? ക്യാരക്ടർ സെറ്റ്. ഇത് മാത്രമേ ഈ ചാപ്റ്ററിൽ നിന്നുള്ളൂ. ഇത് മാത്രമേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുള്ളൂ. സോ ഈ ഒരൊറ്റ സ്മോൾ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ സെറ്റ് ആയെന്ന് കരുതുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.